ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഓരോ പാഠഭാഗങ്ങളും ഏറ്റവും ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് സെറ്റാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ സ്മാരകം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ ചോദ്യോത്തരങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പരിശോധിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗം അങ്ങനെ നമ്മൾ പറയാതെ നേരെ പാഠത്തിൻ്റെ സംഗ്രഹം മനസ്സിലാക്കി നേരെ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുന്ന സെഷനാണ്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പാഠഭാഗം എന്ത് ചെയ്യണം, നമുക്ക് റെഡി ആവേണ്ടതുണ്ട്. ഓക്കെ, നോക്കുക, പാഠഭാഗത്തിൻ്റെ പേര് സ്മാരകം എന്നാണ്. സ്മാരകം ആരെഴുതിയതാണ്? വീരാൻകുട്ടി. കോഴിക്കോട് ജില്ലയിലെ നരയംകുളത്താണ് വീരാൻകുട്ടി ജനിച്ചിരിക്കുന്നത്. മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ മലയാള വിഭാഗം മേധാവിയായിരുന്നു വീരാൻകുട്ടി. ജലഭൂപടം, മാന്ത്രികൻ, ഓട്ടോഗ്രാഫ്, തൊട്ടു നടക്കുമ്പോൾ, മൺവീറ്, ഇനിയുള്ള ദിവസങ്ങൾ, മിണ്ടാപ്രാണി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മിണ്ടാപ്രാണി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2017 ലഭിച്ചു. മലയാള ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീരാൻകുട്ടിയുടെ പാഠസംഗ്രഹം സ്മാരകം എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നമുക്ക് നോക്കാം. വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കുറിച്ചാണ്. അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകുന്നതിനെ കുറിച്ചാണ് വീരാൻകുട്ടി സ്മാരകം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൂപ്പൻ താടി കാണാത്തവരില്ലല്ലോ. പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ച് അത് പറക്കുന്നു. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തും, ഇന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കില്ല? അപ്പൂപ്പൻ താടിക്കില്ല. കാറ്റിൻ്റെ പ്രയാണത്തിനനുസരിച്ച്, കാറ്റ് കൊണ്ടുപോകുന്ന ദിശക്കനുസരിച്ച് അപ്പൂപ്പൻ താടി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സഞ്ചരിക്കുന്നു. എങ്ങനെ സഞ്ചരിക്കുന്നത്? വിത്തിനെയും മടിയിൽ വെച്ചാണ് അത് പറക്കുന്നത്. ധീരമെങ്കിലും എളിയ ശ്രമം, ഇങ്ങനൊരു പ്രയോഗം എന്ത് ചെയ്യുക മക്കൾ ഓർമ്മിച്ച് വെക്കുക. ധീരമെങ്കിലും എളിയ ശ്രമം സാർത്ഥകമാവുന്നത് അത് വീണെടുത്ത് നാളെ ആരും അറിയാതെ ഒരു മരം ഉയർന്നു വന്ന് തണൽ വിരിക്കുമ്പോഴാണ്, ഒരു സ്മാരകമായി മാറുമ്പോഴാണ്. ധീരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം, ഒന്നിനെയും വകവെക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് അതെന്ത് ചെയ്യും? ഇഷ്ടമുള്ളിടത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്നു. എവിടെയാണോ വീഴുന്നത് അവിടെ ഈ വിത്ത് എന്ത് ചെയ്യുന്നു? ഒരു മരമായിട്ട് ഉയർന്നു വരുന്നു. അതൊരു സ്മാരകമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. തൻ്റെ യഥാർത്ഥ ശക്തിയെയും കഴിവിനെയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ജീവിത പാഠമാണ് അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? തൻ്റെ യഥാർത്ഥ ശക്തിയെയും കഴിവിനെയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച്, അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങളുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ നിലനിൽക്കും. ആളുകൾ എന്ത് ചെയ്യും? അവരെക്കുറിച്ച് ഓർക്കും എന്നുള്ള ജീവിത പാഠമാണ് അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സെറ്റാണല്ലോ? ആദ്യത്തെ ചോദ്യം, അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാരണം അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. കാരണം സാധാരണയായി പറക്കുന്നവക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സാധാരണ പറക്കുന്ന ജീവികൾക്ക് അല്ലെങ്കിൽ പറക്കുന്ന പറവകൾക്കുണ്ടാകുന്ന സാധ്യതകളൊന്നും ആർക്കില്ല? അപ്പൂപ്പൻ താടിക്കില്ല. ചിറകുണ്ടോ? സ്വന്തമായിട്ട് ആകാശമുണ്ടോ? ഇന്ന ദേശത്തേക്ക് പറക്കണമെന്നുള്ള ദേശാന്തരമുണ്ടോ? എന്നിവയെല്ലാം പറക്കുന്നവയുടെ സാധ്യതകളും സ്വാതന്ത്ര്യവുമാണ്. എന്നാൽ അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല, അതിന് സ്വന്തമായ ഒരു അവകാശവുമില്ല. എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതിക്കൊണ്ട് പറക്കുന്നു. അതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ എന്ത് വിശേഷിപ്പിച്ചത്? വിനീതമായ ഒരു ശ്രമമായി എന്ന് കാണണമെന്ന് പറഞ്ഞത്. സെറ്റാണോ? അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. കാരണം സാധാരണയായി പറക്കുന്നവക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്.
ചിറക്, ആകാശം, ദേശാന്തരം എന്നിവയെല്ലാം പറക്കുന്നവയുടെ സാധ്യതകളും സ്വാതന്ത്ര്യവുമാണ്. അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല, അതിന് സ്വന്തമായ ഒരു അവകാശവുമില്ല. എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതിക്കൊണ്ട് പറക്കുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക. കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക. എന്താണ്? ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത്. പറക്കുന്നവയുടെ സ്വാതന്ത്ര്യവും സാധ്യതയും ഇല്ലെങ്കിലും ഒരു കാലത്ത് താൻ ഇല്ലാതാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കൽ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത്. പറക്കുന്നവയുടെ സ്വാതന്ത്ര്യവും സാധ്യതയും ഇല്ലെങ്കിലും ഒരു കാലത്ത് താനില്ലാതാകുമ്പോൾ താനായി മാറാൻ തന്നെപ്പോലെ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അപ്പൂപ്പൻ താടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ മരത്തിൻ്റെ വിത്തിനെയും കൊണ്ടാണ് ആര് പറക്കുന്നത്? അപ്പൂപ്പൻ താടി പറക്കുന്നത്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവിതയുടെ ആരംഭത്തിൽ വിനീതമായ ശ്രമം എന്നാണ് സൂചിപ്പിച്ചതെങ്കിൽ അവസാന ഘട്ടത്തിൽ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന രീതിയിൽ മാറ്റുന്നുണ്ട്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് തൻ്റെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ടാണ്. വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല. അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും. എല്ലാവർക്കും തണല് വിരിക്കുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും. പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി നാളെ ഒരു സ്മാരകമായി നിലനിൽക്കും. അതിനാലാണ് ധീരമെങ്കിലും എളിയ ശ്രമമെന്ന് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാണ് അപ്പൂപ്പയുടെ പറക്കലിനെ കവിതയുടെ തുടക്കത്തിൽ വിനീതമായ ശ്രമം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവസാന ഘട്ടമാകുമ്പോൾ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന രീതിയിൽ മാറുന്നു. എന്തുകൊണ്ടാണ്? അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് തൻ്റെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ടാണ്. വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല. അവിടെ അതൊരു മരമായി ഉയർന്നു വരും. എല്ലാവർക്കും തണല് വിരിക്കുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും. പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും. അതിനാലാണ് അതിൻ്റെ പ്രവർത്തനത്തെ ധീരമെങ്കിലും എളിയ ശ്രമം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സെറ്റല്ലേ? നന്നായിട്ട് നോക്കുക. ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ചോദ്യോത്തരം നോക്കുക, റെഡിയാക്കുക. ഓക്കെ, താങ്ക് യു.